ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങളിലെ പ്രധാന പ്രമേയം ദൈവരാജ്യമായിരുന്നു. യേശു പ്രസംഗിച്ചു തുടങ്ങിയത് കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യമായിരുന്നു യേശുവിൻ്റെ പ്രഭാഷണങ്ങളിലെ പ്രധാന വിഷയം. താൻ പല ആവർത്തി ഉപമകളിലൂടെ ജനത്തോട് സംസാരിച്ചതൊക്കെയും ദൈവരാജ്യം സംബന്ധിച്ച വിഷയങ്ങളായിരുന്നു. യേശുക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിലൂടെ ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം നൽകിയത് ഇളകാത്ത രാജ്യമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ തന്നെ ഒരു ദൈവ പൈതൽ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാണ്. യേശു നമുക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യം ഇളകാത്ത രാജ്യമാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ പൗരത്വം ലഭിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ചില രാജ്യങ്ങളുടെ പൗരത്വത്തിന് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും സ്വീകാര്യതയുണ്ട്. ദൈവരാജ്യത്തിൻ്റെ പൗരത്വം അതിനേക്കാൾ വലിയൊരു പൗരത്വമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം ഈ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും. അഴിഞ്ഞു പോകാത്തതൊന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ രാജ്യമാണ്, ഇളകാത്ത രാജ്യമാണ് ദൈവം നമുക്ക് അവകാശമായി തരുന്നത്. ഈ ഭൂമിയിലെ രാജ്യത്തിലേക്ക് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ രാജ്യങ്ങൾ ഭരിക്കുന്ന അധിപന്മാർ ചില വർഷങ്ങൾ കഴിയുമ്പോൾ മറ്റുള്ളവരെ ആ പദവിയിലേക്ക് തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ നാം ഒരു സിംഹാസനം കാണുന്നുണ്ട്. ആ സിംഹാസനത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകും. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാണ്. ദൈവമാണ് ദൈവരാജ്യത്തെ ഭരിക്കുന്നത്. ആ ഭരണാധിപനിലേക്ക് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ അനീതി നിറഞ്ഞ ഈ ഭൂമിയിലെ ഒരു ഭരണ സംവിധാനമല്ല തിരുവെഴുത്ത് നമുക്ക് വെളിച്ചം തരുന്നത്. യഹോവ കരുണയും കൃപയും നിറഞ്ഞ ദൈവം. അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം നീതിയും ന്യായവുമാണ്. നീതിയുള്ള ഒരു ഭരണം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകുന്ന രാജ്യം ഇളകാത്ത രാജ്യമാണ്. നാം അതിനുവേണ്ടി എന്താണ് മുടക്കിയത്? നമ്മുടെ കർത്താവാണ് അതിനുവേണ്ടി വില മുടക്കിയത്. തൻ്റെ അവസാനത്തുള്ളി രക്തവും ഊറ്റിയിട്ടാണ് ആ രാജ്യത്തിൻ്റെ പൗരത്വം നമുക്ക് നൽകി തന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നന്ദിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. ദൈവം ഇത്രത്തോളം വില കൊടുത്ത് നമുക്ക് തന്നിരിക്കുമ്പോൾ നാം നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിന് പ്രസാദകരമായൊരു ജീവൻ നയിക്കുവാൻ നാം മനസ്സ് വയ്ക്കണം. ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തെ സേവിക്കണം. നന്ദികേട് ദൈവം കണ്ടു നിൽക്കുമോ? അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ലഭിച്ച കൃപയെ ആരും വ്യർത്ഥമാക്കരുത്. നമുക്ക് ലഭിച്ച കൃപയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് നന്ദിയുള്ളവരായി ദൈവത്തെ സേവിക്കാം. വചനത്തെ ഏറ്റെടുക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.